അങ്ങനെ മൂന്നാർ KSRTC ഡിപ്പോയിലെത്തി. ആദ്യം കിട്ടിയ ജീപ്പിൽ ചാടിക്കയറി നേരെ മീശപ്പുലിമല ട്രെക്കിങ്ങിൻ്റെ ഗവൺമെൻറ് ഓഫീസ്. KFDC എക്കോ ടൂറിസം സൈറ്റ് വഴി ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്തി നമ്മുടെ ഡീറ്റെയിൽസും ആധാർ ID ഒക്കെ എൻ്റർ ചെയ്തു. ഇനി പോകാനുള്ള ജീപ്പും ബുക്ക് ചെയ്തിട്ടുണ്ട്. 2 hours ജീപ്പ് സവാരി, ഓൾമോസ്റ്റ് 25 kilometers ഉണ്ടെന്ന് പറഞ്ഞു. പോകുന്ന വഴിക്കൊക്കെ നല്ല സീനറി, കാണുന്ന സ്ഥലത്തൊക്കെ ഇറങ്ങി പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ദേ സൈലൻറ്റ് വാലി എസ്റ്റേറ്റിൻ്റെ പ്ലേ ഗ്രൗണ്ട് കാണാൻ നല്ല അടിപൊളി പ്ലേസ് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയി ഫോട്ടോസൊക്കെ എടുത്ത് പോകാമെന്ന് കരുതി. അങ്ങനെ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ഒക്കെ ചെയ്തതിന് ശേഷം വീണ്ടും യാത്ര. അങ്ങനെ ഈ ജീപ്പ് സവാരിയൊക്കെ എൻജോയ് ചെയ്ത് മീശപ്പുലിമല ട്രെക്കിങ്ങിൻ്റെ ബേസ് ക്യാമ്പിലെത്തി. ഇവിടെ ശരിക്കും അടിപൊളി കേട്ടോ, നല്ല വ്യൂവും. ബേസ് ക്യാമ്പിൽ ടെൻറ്റ് സ്റ്റേയും സ്കൈ കോട്ടേജും അവൈലബിൾ ആണ്. ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് റോഡോ മാൻഷനാണ്. അതിനി കുറച്ച് ദൂരം കൂടി സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നമ്മുടെ നെയിമും സിഗ്നേച്ചറും എൻ്റർ ആക്കണം. അതാണ് നമ്മുടെ ഇവിടുത്തെ ടാസ്ക്. ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഞാൻ ഒന്നും കൂടി ആഡ് ചെയ്തു. വേറൊന്നുമല്ല കേട്ടോ, ഇവിടുത്തെ ഈ ടെൻറ്റ് സ്റ്റേ. സമയം ഒരുപാട് കിടക്കല്ലേ, ഇനിയും വരാന്നേ. ബേസ് ക്യാമ്പിൽ നിന്ന് റോഡോ മാൻഷനിലേക്ക് പോകുന്ന വഴിക്ക് നല്ല തണുപ്പ് കൂടി തുടങ്ങി. ഫൈനലി റോഡോ മാൻഷനിലെത്തി. ഇവിടെ ചെന്ന് തീയൊക്കെ കണ്ടപ്പോൾ ഒരു ആശ്വാസം. കൈയൊക്കെ തീയിൽ കൊണ്ട് വെച്ചാൽ പോലും അറിയാത്ത അവസ്ഥയായി. ഡിന്നറൊക്കെ കറക്റ്റ് ടൈം കിട്ടി. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഇപ്പോഴാണ് ഫുഡ് കഴിക്കുന്നത്. റൈസും ചിക്കൻ കറിയും ചപ്പാത്തിയും ഒക്കെ ആയിട്ട് അടിപൊളി ഫുഡും ആയിരുന്നു. അപ്പോൾ ബാക്കി മീശപ്പുലിമല വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം.